ഇനി ഞാൻ രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞ് തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഓടാതെ നിന്നെ നിർത്തിയ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാൻ നീ മുഴങ്കാലിലിരിക്കണം. സ്വത്രം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരിക തന്നെ ചെയ്യും. പ്രതിസന്ധിയുടെ നടുവിലും പ്രതികൂലങ്ങളുടെ നടുവിലും കർത്താവ് സ്വത്രം ജയിക്കേണ്ടതിന് ഒരു മാതൃക വെച്ചു. സ്വത്രം എന്താണെന്നറിയാമോ? ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങി പോകത്തില്ല. അതുകൊണ്ട് മക്കളെ, നിങ്ങളെ കൊണ്ട് കഴിയാത്തത് നിങ്ങൾ എൻ്റെ അടുക്കൽ കൊണ്ടുവാ. സ്വത്രം. നിന്റെ കുഞ്ഞിന്റെ വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നമാണോ? നിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണോ കാര്യം? അതോ നിന്നെ അലട്ടുന്ന രോഗമാണോ നിനക്ക് പ്രശ്നമായിരിക്കുന്നത്? അതോ നിന്റെ ഭവനത്തിനകത്തെ ദുസ്ഥിതിയാണോ നിന്നെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്? നിന്നെ കൊണ്ട് പരിഹരിപ്പാൻ കഴിയത്തില്ല എന്ന് നീ ചിന്തിക്കുന്നെങ്കിൽ അത് ദൈവത്തിന്റെ കാര്യത്തിൽ കൊടുക്ക്. ദൈവം അതിന് പരിഹാരം തരും. പക്ഷെ നമ്മൾ ആരുടെ കാര്യത്തിൽ കൊടുത്താലും ആരോട് പറഞ്ഞാലും നമ്മൾ ദൈവത്തോട് പറയാൻ പലപ്പോഴും നമ്മൾ ശ്രമിക്കാറില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നറിയാമോ? ഈ പറഞ്ഞു കേൾക്കുന്നവർ പലരും നമ്മെ ഏത് തരത്തിലും ഒതുക്കാനേ ശ്രമിക്കത്തുള്ളൂ. കാരണം നാം ജയിച്ചു പുറത്തു വരും എന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഒരിക്കലും നാം ജയിക്കാൻ അവർ സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് മനുഷ്യനിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കാൻ പറയുന്നത്. ഇയ്യോബ് തന്റെ ജീവിതത്തിൽ തന്നെ കുറ്റം പറയുകയും പരിഹസിക്കുകയും തന്നെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നവരെ കണ്ടിട്ട് അവരെ കുറ്റം പറയുകയോ ദൈവത്തെ നിന്ദിക്കുകയോ ചെയ്തില്ല. എന്തുകൊണ്ട്?